ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ടെലിവിഷൻ സീരിയലുകൾക്ക് എന്നും ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. വൈകുന്നേരം 6 മണി മുതൽ 10 മണി വരെ മിനി സ്ക്രീനിൽ വന്നു പോകുന്ന കഥകളെയും കഥാപാത്രങ്ങളെയും മനസ്സോട് ചേർത്ത് വയ്ക്കുന്ന വലിയൊരു വിഭാഗം ആരാധകർ തന്നെ സീരിയലുകൾക്കുണ്ട്. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഹിറ്റ് സീരിയലാണ് ഗീതാ ഗോവിന്ദം. ഒട്ടേറെ കൗതുകങ്ങൾ നിറഞ്ഞ സീരിയൽ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്നവയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു സീരിയൽ കൂടിയാണ്. 41-കാരനും 23-കാരിയും തമ്മിലുള്ള വിവാഹവും അവരുടെ ജീവിതവും ഒക്കെയാണ് ഗീതാ ഗോവിന്ദത്തിന്റെ പ്രമേയം. 23 വർഷമായി മലയാള സിനിമയിൽ രംഗത്ത് സജീവ സാന്നിധ്യമായ സാജൻ സൂര്യയാണ് ഗീതാ ഗോവിന്ദത്തിലെ നായകൻ. ഗോവിന്ദ് എന്ന കഥാപാത്രത്തെയാണ് സാജൻ അവതരിപ്പിക്കുന്നത്. പുതുമുഖ താരമായ ബിന്നിയാണ് സീരിയലിലെ നായികയായ ഗീതാഞ്ജലിക്ക് ജീവൻ നൽകുന്നത്. ഇരുവരും ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുന്ന സീരിയലുമാണിത്. അടുത്തിടെയാണ് സീരിയൽ 600 എപ്പിസോഡുകൾ പൂർത്തിയാക്കിയത്. ഇപ്പോഴത്തെ സീരിയലുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളും തങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലെ സന്തോഷങ്ങളുമെല്ലാം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് ഇരുവരും. 600 എപ്പിസോഡുകൾ പൂർത്തിയാക്കിയതിന്റെ സെലിബ്രേഷൻ അടുത്തിടെ നടന്നിരുന്നു. 2.5 വർഷത്തെ വലിയൊരു ജേണിയായിരുന്നു. എല്ലാവരും തമ്മിൽ നല്ലൊരു ബോണ്ടുണ്ട്, ഫാമിലി പോലെയായി എന്ന് പറഞ്ഞുകൊണ്ട് ബിന്നിയാണ് സംസാരിച്ചു തുടങ്ങിയത്. സീരിയലിലേക്ക് വന്ന സമയത്ത് എനിക്കൊന്നും അറിയില്ലായിരുന്നു, അഭിനയം പോലും അറിയില്ലായിരുന്നു. എന്നെ എല്ലാം പഠിപ്പിച്ച എൻ്റെ ഗുരുക്കന്മാരാണ് ഗീതാ ഗോവിന്ദത്തിന്റെ സംവിധായകനും സാജൻ ചേട്ടനും. ഒട്ടും അഭിനയം അറിയാത്തവരെ കൊണ്ടുപോലും എങ്ങനെയെങ്കിലും ഞങ്ങളുടെ സംവിധായകൻ അഭിനയിപ്പിച്ചെടുക്കും. കാരണം നടനാകണമെന്ന് ആഗ്രഹിച്ച് ഈ മേഖലയിലേക്ക് വന്നയാളാണ് ഞങ്ങളുടെ സംവിധായകൻ. അഭിനയമോഹം മൂത്താണ് സംവിധായകനായത്. പുള്ളി അഭിനയിച്ചു വരെ കാണിച്ചു തരും. അത് കണ്ടിട്ടും അഭിനയം പഠിക്കാനും അഭിനയിക്കാനും ഒരാൾക്ക് കഴിയുന്നില്ലെങ്കിൽ അയാളെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഔട്ടാക്കണം. തുടക്കത്തിൽ സംവിധായകൻ അഭിനയിക്കേണ്ട രീതി പറഞ്ഞു തരുമ്പോൾ ഞാൻ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. പക്ഷേ സാജൻ ചേട്ടൻ പറഞ്ഞു തരുമ്പോൾ ഞാൻ വളരെ നെർവസ് ആകുമായിരുന്നു ആദ്യം. കാരണം പുള്ളി നന്നായിട്ട് അഭിനയിക്കും. അതുകൊണ്ട് തന്നെ പുള്ളി പറഞ്ഞു തരുന്നത് ചെയ്യുക എന്നത് നമുക്ക് ഒരു ചലഞ്ചാണ്. പിന്നെ കൂടുതലൊന്നും ചിന്തിക്കാതെ എനിക്ക് പറ്റുന്ന രീതിയിൽ അഭിനയിക്കുകയാണ് ചെയ്തിരുന്നത്. പിന്നെ ഞാനും സാജൻ ചേട്ടനും പിന്നീട് ഒരുപാട് സീനുകളിൽ ഇംപ്രവൈസ് ചെയ്ത് പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൽ ചിലത് പാളിപ്പോയിട്ടുമുണ്ടെന്ന് ബിന്നി പറയുന്നു. 10-25 വർഷമായി സീരിയൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഗീതാ ഗോവിന്ദത്തിലെ അണിയറ പ്രവർത്തകർ എല്ലാവരുമായുള്ള സൗഹൃദം വളരെ രസമാണെന്ന് സാജൻ സൂര്യൻ പറഞ്ഞിരുന്നു. ഞങ്ങൾ എല്ലാവരും തമ്മിൽ നല്ലൊരു ബോണ്ടുണ്ട്. ആസ്വദിച്ചാണ് എൻ്റെ കഥാപാത്രം ഞാൻ ചെയ്യുന്നത്. ബിന്നിയും അവളുടെ ഫാമിലിയും ഞങ്ങളുമായി നന്നായി സഹകരിക്കുന്നുണ്ട്. ഗീതാ ഗോവിന്ദത്തിന് വേണ്ടി ഞാൻ മേക്ക് ഓവർ ചെയ്തിരുന്നു എന്നത് ശരിയാണ്. ഭാര്യ സീരിയൽ കഴിഞ്ഞ ശേഷം എനിക്ക് നല്ല തടിയുണ്ടായിരുന്നു. മാത്രമല്ല പിന്നീട് വിളി വന്നത് ഏറെയും അച്ഛൻ, അമ്മാവൻ കഥാപാത്രങ്ങൾ ചെയ്യാനാണ്. ആ സമയത്ത് ഞാൻ ഇരുന്ന് ചിന്തിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ മാറിയില്ലെങ്കിൽ മൊത്തത്തിൽ എൻ്റെ കരിയർ മാറുമെന്ന്. അങ്ങനെ 6 മാസം മെനക്കെട്ട് തടി കുറച്ച് ഹെയർ ഫിക്സിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു. അതിനുശേഷമാണ് നല്ല സീരിയലുകൾ ലഭിക്കുന്നതെന്നും സാജൻ കൂട്ടിച്ചേർത്തു. ബിന്നി നായികയായി സീരിയലിലേക്ക് വന്നപ്പോൾ തനിക്ക് തോന്നിയ ചിന്തകളും സാജൻ സൂര്യ പങ്കുവച്ചു. ബിന്നിയെ ആദ്യമായി കണ്ടപ്പോൾ അടുപ്പിക്കാൻ കൊള്ളില്ലെന്ന് തോന്നി. ഗീതാ ഗോവിന്ദത്തിലെ നായിക വേഷത്തിന് ബിന്നി പറ്റില്ലെന്ന് എനിക്ക് തോന്നിയിരുന്നു. കാരണം ആദ്യമായാണ് അവൾ അഭിനയിക്കുന്നത് കണ്ടപ്പോൾ ശരിയാകില്ലെന്നാണ് തോന്നിയത്. പക്ഷെ പിന്നീട് മ്യൂസിക്കും നല്ലൊരു ഡബ്ബിങ്ങും ഒക്കെ കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി. ബിന്നിയെ നന്നാക്കാൻ സംവിധായകൻ ഒരുപാട് പാടുപെട്ടു. സത്യം പറഞ്ഞാൽ പുള്ളി വളരെ ആത്മാർത്ഥമായി പരിശ്രമിച്ചു എന്നാണ് സാജൻ തമാശയായി പറഞ്ഞത്. പുറത്തു വെച്ച് കാണുമ്പോൾ ആളുകൾ പ്രധാനമായും പറയാറുള്ളത് തൻ്റെ പൊക്കക്കുറവിനെ കുറിച്ചാണെന്നും ബിന്നി പറഞ്ഞു. സീരിയലിൽ കാണുമ്പോൾ വലിയ കുട്ടിയായിട്ടാണ് തോന്നുന്നതെന്നും എന്നാൽ നേരിട്ട് കാണുമ്പോൾ ചെറിയ കുട്ടി ആണല്ലോ എന്നും പലരും എന്നോട് പറയാറുണ്ട്. അതിന് കാരണം സാരി ഉടുത്ത എന്നെ കാണുമ്പോൾ മെച്യൂരിറ്റിയും പൊക്കവും തോന്നിക്കും എന്നതാണ് ഒന്ന്. പിന്നെ എനിക്ക് 2 പ്രോപ്പർട്ടി ക്യാമറാമാൻ തന്നിട്ടുണ്ട്. അത് രണ്ടും ഹൈറ്റ് തോന്നിക്കാൻ വേണ്ടി എനിക്ക് ഉപയോഗിക്കാനുള്ളതാണ്. അത് ഷൂട്ടിംഗ് സമയത്ത് ഉപയോഗിക്കുന്നതെന്ന് ബിന്നി പറഞ്ഞു. താനും ഇത്തരം കമന്റുകൾ കേട്ടിട്ടുണ്ടെന്ന് സാജൻ സൂര്യയും കൂട്ടിച്ചേർത്തു. എന്നെ പുറത്തു വെച്ച് കാണുമ്പോഴും ആളുകൾ ഇത്തരത്തിൽ പറയാറുണ്ട്. സീരിയലിൽ കാണുന്നത് പോലെ അല്ലല്ലോ, എന്ത് പറ്റി ഓഞ്ഞുണങ്ങിപ്പോയല്ലോ എന്നാണ് ചോദിക്കാറുള്ളത്. പണ്ടേ ഞാൻ ഇങ്ങനെയാണ്, സീരിയലിൽ കാണുമ്പോൾ സൈസ് തോന്നിക്കുന്നതാണെന്ന് ഞാൻ പറയുമെന്നും സാജൻ പറയുന്നുണ്ട്. ബിന്നിയുമായുള്ള കെമിസ്ട്രിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെയായിരുന്നു. ബിന്നിക്കുള്ളൊരു ഗുണം കോൺഫിഡൻസ് ആണ്. ഒരു കാര്യം അറിയില്ലെങ്കിലും ഞാനത് ചെയ്യുമെന്നുള്ള കോൺഫിഡൻസിൽ അതിലേക്ക് ഇറങ്ങും. അതൊരു നല്ല കാര്യമാണ്. ഡാൻസ് കളിക്കാൻ മടിയുള്ള എന്നെ പല വഴികൾ പറഞ്ഞു തന്ന് ഡാൻസ് കളിപ്പിക്കാൻ ബിന്നി സഹായിച്ചിട്ടുണ്ട്. ഞാനും ബിന്നിയും തമ്മിലുള്ള കോംബോ വർക്കൗട്ട് ആകാനുള്ള ഒരു കാരണം കഥ, സംവിധാനം എന്നിവയാണ്. അർഹിക്കുന്ന ഫ്രീഡം തന്നാണ് സംവിധായകൻ ഞങ്ങളെ അഭിനയിപ്പിക്കുന്നത്. ഇടാൻ പറ്റുന്ന എഫേർട്ടിന്റെ അങ്ങേയറ്റം അദ്ദേഹം ഇടുന്നുണ്ട്. വയ്യാതെ ആയാലും ഷൂട്ടിന് എനർജിയിൽ വരും. അദ്ദേഹം വിശ്രമിക്കാത്തത് കൊണ്ട് ഞങ്ങളെയും വിശ്രമിക്കാൻ അനുവദിക്കില്ലെന്നും സാജൻ പറഞ്ഞു. പിന്നീട് സീരിയൽ സംവിധായകൻ ജിതേഷും ഇരുവരെയും കുറിച്ച് സംസാരിച്ചു. പ്രണയരംഗങ്ങളിൽ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, പക്ഷേ പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യണം, കണ്ണോട് കണ്ണിൽ നോക്കണം, ഉമ്മ വെക്കുമ്പോൾ ഇങ്ങനെ വെക്കണം എന്നൊക്കെ ഞാൻ ബിന്നിക്കും സാജനും പറഞ്ഞു കൊടുക്കാറുണ്ട്.
ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കുന്നുവോ അതിൻ്റെ അപ്പുറം ഇവർ ചെയ്യും. വളരെ ലൈഫ് പെർഫോമൻസ് ആണ് ബിന്നിയുടെയും സാജന്റെയും. അതുകൊണ്ട് തന്നെ മാക്സിമം കിട്ടാനുള്ളത് ഞാൻ മേടിച്ചെടുക്കുമെന്ന് സംവിധായകനും പറയുന്നു. ഞങ്ങൾ ഇത്തരം സീനുകൾ ചെയ്യുമ്പോൾ സാറ് കട്ട് പറയാൻ മറക്കും. ഉമ്മ തരുന്ന സീനുകൾ ബിന്നി ഒറ്റ ടേക്കിൽ ഓക്കെ ആക്കും. ബിന്നി തന്നിട്ടുള്ളതിൻ്റെ 100 ഇരട്ടി ഉമ്മ സംവിധായകൻ എനിക്ക് തന്നിട്ടുണ്ട് എന്നാണ് മറുപടിയുമായി സാജൻ സൂര്യ പറഞ്ഞത്. ബിന്നിയുടെ കരിയറിലെ ആദ്യ സീരിയലാണ് ഗീതാ ഗോവിന്ദം. സീരിയൽ നടനായ നൂബിനാണ് ബിന്നിയെ വിവാഹം ചെയ്തത്. ഡോക്ടർ കൂടിയായ ബിന്നി ഗീതാ ഗോവിന്ദം വിജയമായ ശേഷം പൂർണ്ണമായും അഭിനയത്തിലാണ് ശ്രദ്ധ കൊടുത്തിരിക്കുന്നത്. കൂടാതെ മോഡൽ, യൂട്യൂബർ എന്നീ നിലകളിലും ബിന്നി സജീവമാണ്. അംബിക, ശ്വേത വെങ്കട്ട്, രേവതി നായർ, ഉമാ നായർ, അമൃത തുടങ്ങിയവരാണ് സീരിയലിൽ മറ്റ് പ്രധാന വേഷങ്ങൾ ചെയ്യുന്നത്. സിനിമാ മോഹവുമായി അഭിനയ രംഗത്തെത്തിയ സാജൻ സൂര്യ തിളങ്ങിയത് സീരിയൽ മേഖലയിലാണ്. ചില സിനിമകളിൽ നായക വേഷവും മുമ്പ് താരം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഗീതാ ഗോവിന്ദം പ്രേക്ഷകരെ ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയായിരുന്നു പുറത്തു വന്നിരുന്നത്. ഗീതാ ഗോവിന്ദം സീരിയൽ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അണിയറ പ്രവർത്തകർ തന്നെയാണ് ഗീതാ ഗോവിന്ദം സീരിയൽ ക്ലൈമാക്സിലേക്കെന്ന പ്രമോ പുറത്തുവിട്ടത്. പിന്നാലെ അയ്യോ സീരിയൽ നിർത്തല്ലേ, അടിപൊളി സീരിയലാണ്, പ്ലീസ് റിക്വസ്റ്റ് ആണ്, നല്ല സീരിയൽസ് ഒക്കെ പെട്ടെന്ന് ക്ലൈമാക്സ് ആക്കും, അല്ലാത്തത് അങ്ങനെ നീട്ടിവലിച്ചു കൊണ്ടുപോകും. ഞങ്ങളുടെ ഗീതാ ഗോവിന്ദം ഇപ്പോൾ തന്നെ നിർത്തരുത്. ക്ലൈമാക്സോ? ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കുട്ടി എല്ലാവർക്കും കാണണം. ഇപ്പോൾ ഒന്ന് ക്ലൈമാക്സ് വേണ്ട, കുഞ്ഞു വന്ന ശേഷമുള്ള എപ്പിസോഡിനൊക്കെ നല്ല റേറ്റിംഗ് കിട്ടും എന്ന് തുടങ്ങി നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വന്നിരുന്നത്. ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും സംഘർഷകരമായ പ്രണയകഥ പറഞ്ഞ് പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടിയ പരമ്പരയാണ് ഗീതാ ഗോവിന്ദം. അപ്രതീക്ഷിത കഥാപാത്രങ്ങളുടെ കടന്നുവരവും ട്വിസ്റ്റുകളും കൊണ്ട് സമ്പന്നമായ ഗീതാ ഗോവിന്ദം ഇപ്പോഴും പ്രേക്ഷകരുടെ പ്രിയ പരമ്പരകളിൽ ഒന്നാണ്. സത്യനാഥൻ എന്ന കഥാപാത്രത്തിന്റെ കടന്നുവരവോടുകൂടി വീണ്ടും കലുഷിതമാകുന്ന ഈ പരമ്പര പ്രണയത്തിനും കുടുംബ ബന്ധങ്ങളുടെ തീവ്രതയ്ക്കുമൊപ്പം പകയുടെയും പ്രതികാരത്തിന്റെയും വിരഹത്തിന്റെയും വ്യത്യസ്ത മുഖങ്ങളിലൂടെയും കടന്നു പോകുന്നു. ഗീതു, രഞ്ജു, പ്രിയ, വിജയലക്ഷ്മി, അവർണിക, രേഖ, രാധിക, വിലാസിനി, അനാർക്കലി തുടങ്ങിയ കഥാപാത്രങ്ങളിലൂടെ സ്ത്രീയുടെ വ്യത്യസ്ത ഭാവങ്ങൾ വരച്ചുകാട്ടുന്ന പരമ്പരയുമാണിത്. കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി സീരിയൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായ സാജൻ സൂര്യയും നടി ജോസഫൈൻ, ബിന്നി സെബാസ്റ്റ്യനുമാണ് ടൈറ്റിൽ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. തുടക്കത്തിൽ ഗീതാ ഗോവിന്ദം സീരിയലിൽ നായകവേഷം ചെയ്യുന്നതിന്റെ പേരിൽ ഏറെ വിമർശനം നേരിടേണ്ടി വന്ന നടനാണ് സാജൻ സൂര്യ. പല കമന്റ്സുകളും തന്നെ വിഷമിപ്പിച്ചിരുന്നു എന്നും എന്നാൽ ഇന്ന് ആളുകൾ സീരിയലും കഥാപാത്രവും സ്വീകരിച്ചതിൽ സന്തോഷമുണ്ടെന്നും സാജൻ സൂര്യ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിച്ചിരുന്നു. ഗീതാ ഗോവിന്ദം 600 എപ്പിസോഡുകൾ പൂർത്തിയാക്കി മാത്രമല്ല 2022 ഫെബ്രുവരിയിൽ തുടങ്ങിയ സീരിയൽ 2 വർഷം കൂടി പൂർത്തിയാക്കിയിരിക്കുകയാണ്. 600 എപ്പിസോഡുകൾ പിന്നിട്ടു എന്നതിൽ സന്തോഷമുണ്ട്. നല്ല ഒരു ടീമിനൊപ്പമാണ് വർക്ക് ചെയ്യുന്നത് എന്നതുകൊണ്ട് 2 വർഷം പോയത് അറിഞ്ഞില്ല. കരിയറിലും നല്ലൊരു ബ്രേക്ക് ലഭിച്ചിട്ടുണ്ട്. മെഗാ സീരിയലിനെ സംബന്ധിച്ചിടത്തോളം 600 എപ്പിസോഡ് ഒരു ചെറിയ നമ്പറാണ്. എന്നിരുന്നാലും ഇന്നത്തെ കാലത്ത് അതൊരു നല്ല അച്ചീവ്മെന്റ് ആണെന്നായിരുന്നു സാജൻ പറഞ്ഞത്.